ഒടുവിൽ കേന്ദ്ര സർക്കാർ E20 പെട്രോളിന്റെ കാര്യത്തിൽ ടേൺ അടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഉയർന്നു വരുന്ന വലിയ കലാപ സാധ്യതയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വരുന്ന പരാതിയും എല്ലാം പരിഹരിച്ച ശേഷം ഒരു എക്കോ സിസ്റ്റം, അതായത് E20 പെട്രോൾ ജനങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിലുള്ള ഒരു എക്കോ സിസ്റ്റം രാജ്യത്ത് ലഭ്യമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പെട്രോൾ ഇനി വിപണിയിൽ എത്തിക്കുക എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. എന്തായാലും പെട്രോളിൽ 25% എഥനോൾ കലർത്താനുള്ള നീക്കത്തിന്റെ വേഗം കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന രോഷം കണക്കിലെടുത്താണ് തീരുമാനം. നിലവിൽ 20% എത്തനോൾ ചേർത്തതിന് പിന്നാലെ വാഹനങ്ങൾ കേടുവരുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ്. അതിനാലാണ് എത്തനോൾ 25% ആക്കുന്നത് നീട്ടിവെക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. പുതിയ ഇന്ധനത്തിന് അനുയോജ്യമായിട്ടുള്ള എഞ്ചിൻ മാറ്റങ്ങൾ വരുത്താൻ വാഹന നിർമ്മാതാക്കൾക്ക് കൂടുതൽ സമയം നൽകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്. പെട്രോളിൽ എത്തനോൾ 25% പ്രത്യേക സമയപരിധിയൊന്നും കേന്ദ്രം നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം പുറത്തിറക്കിയ 2 ഉത്തരവുകൾ പുതിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരുന്നത്. 22% മുതൽ 30% എത്തനോൾ കലർന്ന മിശ്രിത ഇന്ധനത്തിന് കേന്ദ്ര എക്സൈസ് തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചതും ഇവയ്ക്ക് BIS പ്രകാരമുള്ള ഇന്ധന മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതുമായിരുന്നു ആ നടപടികൾ. നിലവിൽ 20% എത്തനോൾ കലർന്ന പെട്രോളാണ് പമ്പുകളിൽ ലഭ്യമാകുന്നത്. ഇവ ഉപയോഗിക്കുന്നത് മൂലം വാഹനങ്ങൾക്കും അവയുടെ യന്ത്രഭാഗങ്ങൾക്കും കേടുപാടുകൾ വരുന്നുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ്. നിരവധി പേരാണ് വീഡിയോയും ചിത്രങ്ങളുമായി ദിവസേന രംഗത്തെത്തുന്നത്. ഇവയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെന്നും അവ പരിശോധിക്കപ്പെടണമെന്നും കഴിഞ്ഞ ആഴ്ച ചേർന്ന കേന്ദ്ര ഉദ്യോഗസ്ഥർ യോഗത്തിൽ തീരുമാനമായിരുന്നു. E20 ഇന്ധനവുമായി ബന്ധപ്പെട്ട് ഭാഗങ്ങളുടെ നിർമ്മാതാക്കളുമായി ചർച്ച നടത്താനും യോഗത്തിൽ ധാരണയായിരുന്നു. E20 പെട്രോളിലേക്കുള്ള മാറ്റം പൊടുന്നനെയുള്ളതായിരുന്നു. വലിയ വിമർശനമാണ് ഇതിനു പിന്നാലെ കേന്ദ്രം നേരിട്ടത്. അതിനാൽ പരാതികൾ പരിഗണിച്ച് ഘട്ടം ഘട്ടമായി E25 പെട്രോൾ പുറത്തിറക്കിയാൽ മതി എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.